നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് താങ്കൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കണം. ഇനി ചിലപ്പോൾ താങ്കൾ മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ പേര് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ചില ആൾക്കാരുണ്ട്, അവർ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അവരുടെ മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ ആയിരിക്കും. വളരെ വലിയ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇനി ചില ആൾക്കാരുണ്ട്, അവർ ഈ മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. കാരണം അവിടെ വളരെ വലിയ റിസ്ക് ഉണ്ട് എന്നൊരു ധാരണ അവർക്കുണ്ടായിപ്പോയി. അതുകൊണ്ട് അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. ശരിക്കും എന്താണ് ഈ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ? നമ്മൾ ശരിക്കും അവയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ റിസ്ക്, റിട്ടേൺ ഇതൊക്കെ എങ്ങനെയാണ്? ആരൊക്കെയാണ് ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇനി ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നീ കാര്യങ്ങളൊക്കെ ഏറ്റവും വ്യക്തമായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കമ്പനികളുടെ ഷെയറുകളിലേക്ക് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ 3 കാറ്റഗറി ആക്കാൻ വേണ്ടി പറ്റും. ശരിക്കും 3 കാറ്റഗറി ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ട് എങ്കിലും മെയിൻലി 3 കാറ്റഗറീസ്: ലാർജ് ക്യാപ്പ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികൾക്ക് അവരുടെ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റാങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെ ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റാങ്ക് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന കമ്പനികളെ നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനികൾ എന്നാണ് പറയുക. ഇനി 101 മുതൽ 250 വരെ റാങ്കിൽ വരുന്ന കമ്പനികളെയാണ് ഈ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുക. അതിന് മുകളിലേക്ക് റാങ്ക് വരുന്നവയാണ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ. ഈ ലാർജ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ വമ്പന്മാരായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 റാങ്ക് വരെ ഉള്ളവർ, റിലയൻസ്, TCS, ഇൻഫോസിസ്, HDFC ബാങ്ക്, അങ്ങനെ വമ്പന്മാരാണ് ആ വിഭാഗത്തിൽ പെടുക. ഇനി 101 മുതൽ 250 വരെയുള്ള റാങ്കിൽ പെടുന്ന മിഡ് ക്യാപ്പ് കമ്പനികൾ, അവിടെ ഇടത്തരം കമ്പനികളാണ് ആ വിഭാഗത്തിൽ പെടുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്വിഗ്ഗി, ഇന്ത്യ ഹോട്ടൽ, വോൾട്ടാസ് ലിമിറ്റഡ്, അങ്ങനെയൊക്കെയുള്ള 150ഓളം കമ്പനികളാണ് ഈ മിഡ് ക്യാപ്പ് എന്ന കാറ്റഗറിയിൽ പെടുന്ന കമ്പനികൾ. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഇത്തരം മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകളിലേക്കാണ് അവരുടെ 65% മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇത്തരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ പറയുന്ന പേരാണ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. ഒരു മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് എവിടേക്കാണ്? മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകളിലേക്കാണ്. ഇന്ത്യയിൽ നിലവിൽ ഏതാണ്ട് 30ഓളം മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഉള്ളത്, പല AMCകൾക്കായിട്ട്. ഈ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാ കാര്യങ്ങളിലും നടുക്ക് നിൽക്കുന്നവയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് പോയിന്റിലാണ് ഇവയുടെ സ്ഥാനം. നമ്മൾ ആദ്യം പറഞ്ഞു മിഡ് ക്യാപ്പ് കമ്പനികളുടെ സ്റ്റോക്കിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഈ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുന്നവയുടെ സ്ഥാനം എവിടെയാ? ഒരു മിഡിൽ ലെവലിൽ. ഒരു സൈഡിൽ ലാർജ് ക്യാപ്പ് കമ്പനികൾ, മറു സൈഡിൽ സ്മോൾ ക്യാപ്പ് കമ്പനികൾ. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇപ്പം വൊളാറ്റിലിറ്റിയുടെ കാര്യം നോക്കുകയാണ് എങ്കിൽ ഈ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ കേസ് എങ്ങനെയാണെന്ന് അറിയാമോ? വൊളാറ്റിലിറ്റി കുറവാണ്. മാർക്കറ്റ് അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് പതുക്കെ ഇവരും കൂടെ കയറും, വളരെ സ്പീഡിലല്ല. ഇനി മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്ത്, ക്രാഷൊക്കെ വരുന്ന സമയത്ത് ഇവൻ പതുക്കെ താഴേക്ക് ഇറങ്ങും, വളരെ സ്പീഡിലല്ല. വൊളാറ്റിലിറ്റി കുറവാണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്ക്. ഇനി സ്മാൾ ക്യാപ്പ് ഫണ്ടുകളുടെ കേസിലോ വൊളാറ്റിലിറ്റി വളരെ കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ സ്മാൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ വേഗത്തിൽ മുകളിലോട്ട് പോകും. ഇനി മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വളരെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരും, വളരെ വലിയ % താഴേക്ക് ഇറങ്ങി വരും. യെസ്, അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം വൊളാറ്റിലിറ്റി ആണ് എന്തിനുള്ളത്? മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ളത്. ഇനി റിസ്കിൻ്റെ കേസിലും ഈ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഒരു മിഡ് പോയിന്റിലാണ് നിൽക്കുക. ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിസ്ക് താരതമ്യേന കുറവാണ്, സ്മോൾ ക്യാപ്പിൻ്റെ റിസ്ക് താരതമ്യേന വളരെ കൂടുതലാണ്.
ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്കാണ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു റിസ്ക് ലെവൽ എന്ന് പറയുന്നത്. അതായത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളേക്കാൾ റിസ്ക് കുറവാണ്, എന്നാൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകളേക്കാൾ റിസ്ക് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ 30ഓളം മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ടെന്ന്. അതിൽ ചിലതൊക്കെ വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ, ചിലതൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്. നമ്മൾ ഇവയുടെ ഒരു ആവറേജ് റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 ഇയറിലെ ഒരു ആവറേജ് ആനുവൽ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 27% ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇനി 5 ഇയറിലെ ഒരു ആവറേജ് ആനുവൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 25% ഒക്കെ ഗ്രോത്ത് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി 10 ഇയേഴ്സിലെ ആവറേജ് ആനുവൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 18% ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മികച്ച റിട്ടേൺ തന്നിട്ടുണ്ട് പാസ്റ്റിൽ എന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ടും ഇതേ ലെവലിൽ റിട്ടേൺ കിട്ടണം എന്നർത്ഥമൊന്നുമില്ല. അങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയും ആർക്കും തരാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. എങ്കിലും പാസ്റ്റ് പെർഫോമൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മിഡ് ക്യാപ്പ് ഫണ്ടുകളിലെ റിസ്ക് ലെവൽ ഒരല്പം കൂടുതലാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു റിസ്കിനെ ഓവർകം ചെയ്തുകൊണ്ട് വളരെ സമൃദ്ധമായിട്ട് നമുക്ക് ഇത്തരം മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഇതാണ്: അവോയ്ഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ മിഡ് ക്യാപ്പ് ഫണ്ട്. മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമല്ല, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ലോങ് ടൈം എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ 7 ഇയർ ആൻഡ് എബോവ് ആണ്. 7 ഇയേഴ്സ് ആൻഡ് എബോവിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ 25% മുതൽ 40% വരെയുള്ള ഒരു ഭാഗം മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. എന്ന് വെച്ച് കേട്ടപാടെ എല്ലാവരും അവരുടെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ 40% എടുത്ത് മിഡ് ക്യാപ്പ് ഫണ്ട് ഇടാൻ വേണ്ടി അല്ല പറഞ്ഞത്. അത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ പ്രൊഫൈലും റിസ്ക് ലെവലും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓരോരുത്തരുടെയും കേസിൽ വ്യത്യസ്തമാണെന്നുള്ളതാണ്. എങ്കിലും ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു 25% മുതൽ 40% വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൊത്തം പണം എടുത്ത് മിഡ് ക്യാപ്പിലേക്ക് കൊണ്ട് ഇട്ടേക്കരുത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് റിട്ടേൺ പ്രതീക്ഷിച്ച്. പക്ഷെ അതൊക്കെ വലിയ അബദ്ധമായിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം, മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം SIP എന്ന ഇൻവെസ്റ്റ്മെന്റ് രീതിയുണ്ട്, ലംസം എന്ന ഇൻവെസ്റ്റ്മെന്റ് രീതിയുണ്ട്. ഇപ്പൊ ലോങ് ടൈമിലേക്ക് മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ SIP ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് ഓക്കെയാണ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ വളരെ വലിയ എമൗണ്ട് ഒക്കെയാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ആ സമയത്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ STP രീതി ഉപയോഗിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നേരെ ആ മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ആ AMCയുടെ ലിക്വിഡ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേശ്ശെ ആയിട്ട് നമ്മുടെ ആ എമൗണ്ട് മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ആ ഒരു സമയത്തെ മാർക്കറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്ററുടെ ഒരു റിസ്ക് പ്രൊഫൈലും ഫിനാൻഷ്യൽ പ്രൊഫൈലും ഒക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ എങ്ങനെ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഫണ്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഏതാണ്ട് 30ഓളം മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ മിഡ് ക്യാപ്പ് ഫണ്ടുകളാണ് എങ്കിലും ഇപ്പം ഒരു 4 AMCകളുടെ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഇങ്ങോട്ട് എടുത്തു. 4 മിഡ് ക്യാപ്പ് ഫണ്ടുകളാണ്. പക്ഷേ അവയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത്തരം മിഡ് ക്യാപ്പ് ഫണ്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അഞ്ചാമത്തെ കാര്യം പീരിയോഡിക്കൽ മോണിറ്ററിംഗ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക്കലി കൃത്യമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മോണിറ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് നോക്കിയിട്ട് പാനിക് ആകാനല്ല പറഞ്ഞത്. മറിച്ച് ഒരു 6 മന്ത്സിലെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ചിലപ്പം ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇപ്പം ആപ്ലിക്കേഷനൊക്കെ മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര, ഗ്രോത്ത് എത്ര എന്നൊക്കെ നോക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്കുള്ള ഒരു അനാലിസിസ് സാധിക്കുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ സീരിയസ് ആയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറുടെ സഹായത്തോടു കൂടി വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.